ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിനെ സ്വാഗതം ചെയ്യുന്നു. മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി സ്റ്റാർട്ടിങ് വളരെ നെഗറ്റീവായിട്ടാണ് പോയെങ്കിലും അവസാനം ക്ലോസ് ചെയ്തപ്പോൾ 50 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടാക്കി. 25,693 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 56 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 6120 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 14 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 59,502 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്ന് 45 പോയിൻറ്റ്സ് കുറഞ്ഞ് 16,938 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് എന്ന് 11.94 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 83,580 ക്ലോസ് ചെയ്തപ്പോൾ 266 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. DIIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ പതിവിലും വിപരീതമായി ഇന്ന് DII 1265 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. FIIയും പതിവിലും വിപരീതമായി ഇന്ന് 1950 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സൺഡേ 24,825 ക്ലോസ് ചെയ്തു. മൺഡേ 25,088 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,727 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,776 ക്ലോസ് ചെയ്തത്. തേഴ്സ്ഡേ 25,642 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 25,693 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റിയിലാകെ 373 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണുണ്ടത്. സൺഡേ മാർക്കറ്റ് ഉണ്ടായിരുന്നു. സൺഡേ മുതൽ ഇന്ന് ഫ്രൈഡേ വരെ 6 ദിവസത്തിൽ 1.47% റാലിയാണ് നിഫ്റ്റി ഈ ആഴ്ച നടത്തിയത്. നിഫ്റ്റിയുടെ ഈ വർഷത്തിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 25,693 നിൽക്കുമ്പോൾ 1.67% ലോസ് ആണ് നിഫ്റ്റിയിൽ ഈ വർഷം നമുക്ക് 2026 കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 1 മാർച്ച് 2025 22,124 നിന്ന നിഫ്റ്റി ഇന്ന് 25,693 നിൽക്കുമ്പോൾ 16.13% പ്രോഫിറ്റ് കഴിഞ്ഞ 12 മാസം നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഫാർമ ആൻഡ് നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി FMCG മാത്രം അബൌട്ട് 2% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ എന്ന് 144 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. 27,519 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 36,451 ക്ലോസ് ചെയ്തപ്പോൾ 221 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 117 പോയിൻറ്റ്സ് ഉയർന്ന് 27,807 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG നല്ല റാലി കാണാൻ സാധിച്ചു. 1,151 പോയിൻറ്റ്സ് ഉയർച്ചയാണ് ഉണ്ടായത്. 51,882 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 88 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,139 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9541 ക്ലോസ് ചെയ്തപ്പോൾ 38 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT എന്ന് 532 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 35,611 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 2 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 1390 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ എന്ന് 21 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 11,943 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 62 പോയിൻറ്റ്സ് ചേർന്ന് 12,208 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 158 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 21,961 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 45 പോയിൻറ്റ്സിൻ്റെ കുറവാണുണ്ടത്. 8,876 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി എന്ന് 5 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ട്. 824 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,207 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,673 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ITC 5.03% നല്ല റാലി നടത്തി. കോട്ടക് മഹീന്ദ്ര 3.33% റാലി നടത്തി. HUL 2.96%, ഭാരതി എയർടെൽ 2.31%, ബജാജ് ഫിനാൻസ് 1.76%, ബജാജ് ഫിൻസർവ് 1.20%, പവർ ഗ്രിഡ് 1.18%, ടൈറ്റൻ 1.06%, ശ്രീറാം ഫിനാൻസ് 1.06% ആൻഡ് ആക്സിസ് ബാങ്ക് 0.83% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ HDFC ലൈഫ് 2.39% ഫോളോ കണ്ടു. TCS 1.67% ഫോളോ നടത്തി. ടെക് മഹീന്ദ്ര 1.67%, ബജാജ് ഓട്ടോ 1.33%, ഏഷ്യൻ പെയിൻറ്റ്സ് 1.27%, TMPV 1.24%, അദാനി പോർട്സ് 1.24%, ഇറ്റേണൽ 1.15%, വിപ്രോ 1.14% ആൻഡ് SBI ലൈഫ് ഇൻഷുറൻസ് 1.05% ഫോളോ കണ്ടു. ഇത് ബയേഴ്സ് എല്ലാം റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഈ ആഴ്ചത്തെ DIFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച സൺഡേ മുതൽ ഫ്രൈഡേ വരെ DIM FIM നെറ്റ് ബയേഴ്സ് ആയിരുന്നു. സൺഡേയും ഫ്രൈഡേയും DII നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. എന്നാൽ FII സൺഡേ, മൺഡേ ആൻഡ് തേഴ്സ്ഡേ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു.
ഡിയുടെ ഭാഗത്തു നിന്ന് ആകെ 2892 കോടിയുടെ നെറ്റ് ബൈ ആണ് നടന്നത്. എഫ്ഐയുടെ ഭാഗത്തു നിന്നും ബൈയിലാണ് ഈ ആഴ്ച ക്ലോസ് ചെയ്തത്. 2645 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഈ ആഴ്ച FII. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക് മിഡ് ക്യാപ് സ്മാൾ ക്യാപ് സെൻസെക്സിന്റെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ അത് സൺഡേ മുതൽ ഫ്രൈഡേ വരെ നിഫ്റ്റി ബാങ്ക് 510 പോയിന്റ്സിന്റെ ഉയർച്ചയുണ്ടായി, 0.86% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 1070 പോയിന്റ്സ് ഉയർച്ചയുണ്ടായപ്പോൾ 1.83% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 59 പോയിന്റ്സ് ഉയർന്ന് 0.35% റാലി നടത്തി. സെൻസെക്സ് 1310 പോയിന്റ്സ് ഉയർന്ന് 1.59% റാലിയാണ് കാണാൻ സാധിച്ചത്. ഈ ആഴ്ച സെക്ടർ വൈസ് ഉള്ള ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച നിഫ്റ്റി IT, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് ആകെ റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഈ ആഴ്ച ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓട്ടോ 769 പോയിന്റ്സിൻ്റെ റാലി നടത്തി 2.88% ഉയർന്നു. നിഫ്റ്റി എനർജി 1313 പോയിന്റ്സ് ഉയർന്നപ്പോൾ 3.74% റാലി നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 476 പോയിന്റ്സ് ഉയർന്ന് 1.74% റാലി നടത്തി. നിഫ്റ്റി FMCG 667 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 1.30% റാലി നടത്തി. നിഫ്റ്റി ഹെൽത്ത് കെയർ 246 പോയിന്റ്സ് ഉയർന്ന് 1.77% റാലി നടത്തി. നിഫ്റ്റി ഇൻഫ്ര 387 പോയിന്റ്സിൻ്റെ നല്ലൊരു ഉയർച്ചയുണ്ട്, അത് 4.24% റാലി നടത്തി. നിഫ്റ്റി IT 2425 പോയിന്റ്സിൻ്റെ വളരെ ഇടിവാണ് കാണാൻ സാധിച്ചത്, 6.38% ഫോളാണ് കണ്ടത്. നിഫ്റ്റി മീഡിയ 5 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 0.40% റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ 0.98% ഉയർന്നപ്പോൾ 115 പോയിന്റ്സ് ഉയർന്നു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 416 പോയിന്റ്സ് ഉയർന്ന് 3.53% റാലി നടത്തി. നിഫ്റ്റി ഫാർമ 246 പോയിന്റ്സ് ഉയർന്ന് 1.13% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 143 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 1.59% ഫോള് കണ്ടു. നിഫ്റ്റി റിയാലിറ്റി 41 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 5.34% നല്ല റാലി ഈ ആഴ്ച കാണാൻ സാധിച്ചു. ഇതാണ് ഇന്നത്തെ പ്രധാനമന്ത്രി ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.